സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. സോ ഇന്ന് നമ്മൾ കാർ പാർക്കിംഗ് മൾട്ടിപ്ലെയർ ആയിട്ടാണ് ഗൈസ് എത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ പുതിയൊരു സിവിക്ക് ഉണ്ടല്ലോ, ഹോണ്ടയുടെ, അത് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ CPM സർവീസസ് നിന്ന് വിളിച്ചതാണ്. നമുക്ക് തന്നെ പോയി നോക്കോ. നമ്മുടെ വണ്ടി എന്താണ് താഴെ കിടക്കുന്നത്, ഫുള്ള് പണി കഴിഞ്ഞിട്ടില്ല എന്നാണ് തോന്നുന്നത്. ബോഡി വർക്ക് കിട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കണ്ടിട്ട്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്, വല്ല എന്താ പറയുക കുഴപ്പങ്ങൾ വല്ലതും ഉണ്ടോ എന്ന് ഓടിച്ച് ഡ്രൈവ് ചെയ്ത് നോക്കിയിട്ട് നോക്കാം. ഓക്കെ, റിവേഴ്സ് കുഴപ്പമില്ല. ഹാൻഡ് ബ്രേക്ക് നമുക്ക് ഊരാൻ പറ്റുന്നില്ല, എന്താ സംഭവം അറിയില്ല, സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ, നമുക്കിനി ലിഫ്റ്റ് ഒന്ന് ഡൗൺ ആക്കിയിട്ട് വണ്ടി ഒന്ന് കയറ്റി വെക്കണം. കാരണം ഞാനിപ്പോൾ വിളിച്ചു, അപ്പോഴാണ് പുള്ളി പറഞ്ഞത് ഇങ്ങനെ താഴെ കിടക്കുകയാണ് വണ്ടി, അപ്പോൾ കുറച്ച് പണി ഫ്രണ്ടിലത്തൊക്കെ ചെയ്തു, പിന്നെ അടിയിൽ കുറേ പണികളുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഗൈസ് അതിൻ്റെ കുറേ പരിപാടി ഇനി നമുക്ക് ചെയ്യണം ഗൈസ്. സോ ഗൈസ് നമ്മുടെ വണ്ടി ഇങ്ങനെ നമ്മൾ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇറങ്ങാം. ഓക്കെ, ഇനി നമുക്ക് പുള്ളി ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരാം ഗൈസ്. നമ്മൾ പുള്ളി കണ്ടിട്ട് വന്നു. അപ്പോൾ പറഞ്ഞത് വണ്ടി നാളെ തരാമെന്നാണ് ഗൈസ്, അല്ലെങ്കിൽ നാളെ ഒരു ഈ ടൈമിന് രാത്രിയൊക്കെ ആകുമ്പോൾ തരാമെന്നാണ് നമ്മളുടെ അടുത്ത് പറഞ്ഞത്. ഈ കാറും കാര്യങ്ങളൊക്കെ തന്നെ അതേപോലെ ശരിയാക്കി കിട്ടിയിട്ടുണ്ട്. ഫുൾ വർക്കും കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ഫ്രണ്ട് ഉണ്ട്, അപ്പോൾ അവനെ നമുക്കൊന്ന് അതിൽ കയറ്റിയിട്ട് എക്സ്പീരിയൻസ് എങ്ങനെയാണ് നമുക്കൊന്ന് നോക്കണ്ടേ. അപ്പോൾ അതിന് നമുക്ക് പോകാം. ഓക്കെ, നമ്മുടെ വണ്ടി അധികം നല്ല കേട്ടോ. ഈ ബ്രേക്കൊക്കെ ഇടുന്നുണ്ട്. എൻ്റെ വീട് എന്നിട്ട് എൻ്റെ ഈ ഒരു ഏരിയയിലാണ്. വണ്ടി ഇടിക്കാൻ മാക്സിമം കൊണ്ടുപോകാം, അതൊക്കെ നമുക്കുണ്ട്. നമുക്ക് ഡ്രൈവ് മോഡിട്ട് നേരെ കയറാം. എൻ്റെ വീട് ഇത്തിരി അപ്പുറത്താണ് കേട്ടോ. നമ്മൾ ഇവിടെ ബ്രേക്ക് ഇട്ടുന്ന ഹാൻഡ് ബ്രേക്ക് നിർത്താം. നമുക്കൊന്ന് ഹാൻഡ് ബ്രേക്ക് പിടിച്ചിരിക്കാം കേട്ടോ. കാരണം ചിലപ്പോൾ വണ്ടി സ്കിഡായി അങ്ങനെ പോകാനായിട്ട് ചില പണിയാണ് ഗൈസ്. ഹാൻഡ് ബ്രേക്ക് ഇടാൻ എന്തുകൊണ്ടും നല്ലത്, അത് വേറെ. കാരണം ഹാൻഡ് ബ്രേക്ക് ഇട്ട് നമ്മളുടെ വണ്ടി പെട്ടെന്ന് കയറി പോകും. അതുകൊണ്ട് ഹാൻഡ് ബ്രേക്ക് ഈസ് ബെസ്റ്റ്. നമുക്കൊന്ന് ഹാൻഡ് ബ്രേക്ക് ഇടാം. ഓക്കെ, വണ്ടി കുടുങ്ങി. എന്തായാലും നമുക്ക് അവനെ വിളിക്കാം. എടാ അവൻ കയറിയിട്ടുണ്ട്. അപ്പം നമുക്കിനി പോകാൻ വണ്ടി എടുത്തിട്ട്. ഓക്കെ, വണ്ടി കുടുങ്ങി നൈസായിട്ട്. ഇവന് കേസ് കുറച്ചും കൂടി നേരത്തെ വന്നാൽ പോലും. ഇത് എന്തത് മനുഷ്യനെ പ്രാന്താക്കാൻ. എന്തായാലും നമ്മൾ ഇവൻ്റെ അടുത്ത് എക്സ്പീരിയൻസ് ചെയ്യാനൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഒരു കാർ കൊണ്ടുവന്നത്. എന്തായാലും നമുക്ക് വണ്ടി എടുത്തിട്ട് പോവാം. കാരണം നമുക്ക് ഇന്ന് വേറൊരു സ്ഥലത്ത് പണി കിട്ടി ഗൈസ്. വേറൊന്നുമില്ല, നമ്മൾക്ക് ഒരു വണ്ടി ഓടിക്കണമെന്നാണ് ഗൈസ് മതി. വെറും വണ്ടി ഒന്നുമില്ല, നല്ല എക്സ്പെൻസീവ് ആയിരുന്നു ഒരു കാറ് ടെസ്റ്റ് ഡ്രൈവ് ഓടിക്കണം ഗൈസ്. അപ്പോൾ അതിൻ്റെ ഇതാക്കിയിട്ട് ഇവനും വിളിച്ച്. അപ്പോൾ ഇവൻ വണ്ടിയുടെ റാലി റേസൊക്കെ ഉണ്ടല്ലോ, അതാണ് സംഭവം. അപ്പോൾ അതൊക്കെ ഞാൻ വീഡിയോ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനോട് പറ്റിയ അപ്പോൾ അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് വണ്ടിയുടെ സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് സൗണ്ട് വേണം. നമുക്കൊന്ന് റിപ്പയർ ചെയ്യുക ഈ വഴി ഒന്ന് ഇടിച്ച് കയറ്റിയിട്ട്. അവിടെ നിനക്കറിയാം ഇതിനൊരു വഴിയുണ്ട്, ഞാൻ കാണിച്ചു തരാം. ഇതിന് അത് വന്നപ്പോഴാണ് നമുക്ക് സാധനം ഓർഡർ കൊടുക്കാം. ഒരു കൂൾ ഡ്രിങ്ക്സാണ് നമ്മൾ പറഞ്ഞില്ല, കിട്ടി ഗൈസ്. ഇനി നമുക്ക് പോവാം. നമ്മുടെ വണ്ടി കയറി ബ്രേക്ക് പിടിച്ചു സെറ്റ്. ഇപ്പോൾ ഒരു കുഴപ്പമില്ല ഗൈസ്. നമുക്ക് വണ്ടി പതിയെ തിരിച്ച് എടുത്തിട്ട് ഇവിടെ പാർക്ക് ചെയ്യാം. അവിടെ നീ ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. എൻ്റെ മൊബൈൽ അവിടെ കളഞ്ഞു പോയി, അപ്പോൾ ഞാനൊന്ന് എടുത്തിട്ട് വരാം. നീ പോയിക്കോളാം, ഞാൻ ഒന്ന് പുറത്ത് പോയിട്ട് പോരാം. ഓക്കെ ഗൈസ്, നമുക്കത് ഇങ്ങോട്ടൊക്കെ പോകണം. ഇവിടെ ആയിട്ടാണ് ഞാൻ ആ കാട്ടിലെവിടെ ആയിട്ടാണ് ഗൈസ്, ആ കുട്ടിക്കാട്ടിലെവിടെ ആയിട്ടാണ് ഫോൺ പോയത്. നമുക്ക് ആ കുട്ടിക്കാട്ടിലാണ് ഒരു തിരയണം. എന്തല്ലേ ഞാൻ ഗൈസ് ഒരു ബോക്സ് എടുത്ത് എറിഞ്ഞപ്പോൾ അതിലറിയാതെ ഫോണും കൂടി വിട്ട്. പിന്നെ എനിക്ക് മനസ്സിലായി. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഈ കുട്ടിക്കാട്ടിലൊന്ന് കടന്നിട്ട് നോക്കാം. നമുക്ക് പുഷപ്പ് ഒന്ന് അടിച്ച് നോക്കാം കേട്ടോ, നല്ല കുഴപ്പമുണ്ട്. പുഷപ്പ് അങ്ങനെ സെറ്റ്. പുഷപ്പ് അടിച്ചാൽ നമുക്ക് 3 കിട്ടി നമ്മൾ വന്നിട്ട് സെറ്റ് കേസ്. നമ്മുടെ ഫോൺ കിട്ടി ഫൈൻഡ്. നമുക്ക് തിരിച്ച് അങ്ങോട്ട് പോവാം. കേറട്ടെ ഭഗവാനല്ല കേസ് തെറ്റുന്നു.
എന്തോന്നാണ് ഇത് ആണട്ടെ ഇത് എൻ്റെ വായ കേസ് എന്താണെന്നറിയില്ല സ്ലിപ്പായി പോകുന്നു. ഐ ഡോണ്ട് നോ ഗൈസ് വൈ. എന്തായാലും നമുക്കത് ഇതിനെ കറങ്ങിത്തിരിഞ്ഞു. നമ്മുടെ വണ്ടി ഇവിടെ അവ അടിച്ചോണ്ട് ഗൈസ് പ്രേതബാധ എല്ലാം പിടിച്ചാ ഇവന്താ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കറക്കണം. ഇതൊക്കെ വണ്ടിക്കും പോകണം. എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട് കേട്ടാലോ അവന്. എന്തായാലും നമുക്ക് വണ്ടി എടുക്കാം. ഹാൻഡ് ബ്രേക്കൊക്കെ ഇട്ട് പോയാൽ ഞാനാണ് പാർക്കിങ്ങിലെത്തില്ല. സ്ഥല നമ്മളെന്തായാലും വണ്ടി എടുത്തിട്ട് എസ്കേപ്പില്ല. നമുക്ക് ഒന്നും കൂടി വണ്ടി ചുറ്റാം. വണ്ടി ഞാൻ അത്യാവശ്യം നല്ലപോലെ കൺട്രോളൊക്കെ കിട്ടാൻ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അടിച്ചപ്പോൾ എക്സോസ്റ്റൊക്കെ പൊട്ടുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ ഇത് രാവിലെ ആയിട്ടുണ്ട്. വണ്ടി ഇടിച്ച് നമുക്കെന്തായാലും സർവീസ് സെൻറ്ററിൽ ഒന്നും കൂടിയും കയറ്റണം. ആദ്യത്തെ സർവീസ് ഇടിച്ച് കയറിയിപ്പോയില്ല. നമുക്ക് സർവീസ് സെൻറ്ററിൽ പുറത്ത് വിടാൻ വേണ്ടി എന്തായാലും നമ്മൾ എത്ര ഇടിച്ച് ഇനി എല്ലാം നമുക്ക് ഇടിച്ച് പൊട്ടിച്ചിട്ട് നമുക്ക് സർവീസ് സെൻറ്ററിൽ വിടാം. ഗൈസ് നമ്മൾക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും വണ്ടി ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റിയിട്ട് സർവീസ് ചെയ്യാം. സർവീസ് ചെയ്യുന്നുണ്ട് ഗൈസ്. നമ്മൾ ഹസാർഡ് ലൈറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ പറക്കുന്നത്. കാരണം എപ്പോഴാണ് എവിടെ എങ്ങനെ അടി വരികയെന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് സൂക്ഷിച്ചിരുന്നോളും പറഞ്ഞിട്ടാണ് ഗൈസ് ഞാൻ പോകുന്നത്. എനിക്ക് എൻ്റെ വീട്ടിൻ്റെ അവിടെയായിട്ട് ഞാൻ ഇറക്കി വിടണം. അപ്പോൾ രാവിലെ നമ്മളൊരു രാത്രി ഒരു 5 ആ ടൈമിലൊക്കെ ആണല്ലോ വണ്ടി കിട്ടി. അതാണ് ഗൈസ് ഉണ്ട്. പിന്നെ നല്ല സെറ്റ് കേട്ടോ. നമ്മളത് എടുത്തോടെ തന്നെ എത്തി അവസാനം. ഇതേനല്ലേ അല്ല ഇതേനെ പോയിട്ടാണ് ശരിയായിട്ടുണ്ട്. ഇവിടെ സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട്. സൂപ്പർ മാർക്കറ്റ് അതുപോലെ ബാങ്ക് അങ്ങനെ എന്തൊക്കെയൊക്കെ സാമാനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമുക്ക് എൻ്റെ വീട്ടിൻ്റെ ഒക്കെ അരികിലെത്തി. നമ്മുടെ ഇവിടെ അടുത്താണ്. നമുക്കിങ്ങനെ വണ്ടി ഒന്നും കൂടി ഓടിച്ച് നമുക്കായിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമല്ലോ. എന്തായാലും ഓക്കെ ബ്രേക്ക് പിടിച്ചോ വിട്ടോ, ബ്രേക്ക് പിടിച്ചോ വിട്ടോ, ബ്രേക്ക് പിടിച്ചോ വിട്ടോ, ബ്രേക്ക് പിടിച്ചോ വിട്ടോ, ബ്രേക്ക് പിടിച്ചോ വേണ്ട ബ്രേക്ക് പിടിച്ചു. കേസ് പ്രാന്ത് പിടിക്കുന്നുണ്ട്. ഓക്കെ എൻ്റെ വീടെത്തി. എന്താ പറയുക അവിടെ ആയിട്ടൊക്കെ ഇറക്കി വിടണം. ഇറങ്ങിക്കോ. ആടോ ശരി ഇറങ്ങാറോ. നീ ഒന്ന് വണ്ടി നിർത്തൂല 5 മിനിറ്റ് ഞാൻ ഇറങ്ങുവാണ്. അപ്പോൾ ശരിടാ നാളെ കാണാം. ഓക്കേടാ നാളെ കാണാം. അപ്പോൾ കേസ് നമ്മുടെ വണ്ടി നൈസായിട്ട് പോയി. അയ്യോ വണ്ടി മറന്നു. പണിയായല്ലോ. നമ്മൾ വണ്ടി എടുത്തിട്ട് കുറച്ച് പരിപാടിയൊക്കെ ചെയ്ത് അവിടെ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് നീ വണ്ടി എടുത്തു വണ്ടറ പൊട്ടലും ഉണ്ടോ സെറ്റ് പൊട്ടലല്ലേ. എന്തായാലും നമുക്കിനി നമ്മുടെ വണ്ടി എടുത്തിട്ട് ഒന്നും കൂടി മറ്റേ സെൻറ്റർ കൊണ്ട് അങ്ങനെ തിരിച്ച് അത് തന്നെ ഗൈസ്. അത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോവാം ഗൈസ്. ഓക്കെ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് ഇടണം. അത് ഈ ഒരു വളവ് കഴിഞ്ഞിട്ടിടാം നോക്കാം. ഓക്കെ വണ്ടി കയറട കുട്ട ഹാൻഡ് ബ്രേക്ക് ഇട്ടു. ഇനി ഹാൻഡ് ബ്രേക്ക് ഇട്ട കേസ് വണ്ടി ഈസിയായിട്ട് കയറങ്ങണ്ട. ഒരു ഇടിയും തട്ടലും പൊട്ടലും ഒന്നും ഉണ്ടാവത്തില്ല വണ്ടിക്ക്. ഇത് ഈ ഒരു സംഭവം ഉണ്ട്. ഇത് തന്നെയാണ് നമ്മുടെ വീട്. ഇതിൻ്റെ ആ ഒരു ഗേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമുക്ക് വണ്ടി നൈസായിട്ട് ഒന്ന് കയറ്റാം. വണ്ടി കയറുന്നില്ലല്ലോ. വാട്ട് ഹാപ്പൻഡ് മഞ്ഞേ കയറി. ഓക്കെ കയറി. നമുക്കിങ്ങനെ അവിടെ ഓഫ് ചെയ്തിട്ട് ഇറങ്ങാം ഗൈസ്. പാർക്ക് ചെയ്തു, ഓഫ് ചെയ്തു, കാർ ലോക്ക് ചെയ്തു ഇറങ്ങാം. സോ ഗൈസ് സെറ്റാണ് കാറ്. ഇന്നത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എത്ര ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഗൈസ് എടുത്ത് വീഡിയോ ആയിട്ടാണ്. ബൈ ബൈ ഗൈസ്.